ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്യുവാണ്. രണ്ട് പാർട്ടുണ്ട്, രണ്ടും ഒരുമിച്ചങ്ങ് ചെയ്തേക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് പാർട്ട്. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ലൈക്ക് ടേംസ്. ഇത് കുറേ ടേംസ് ഉണ്ട്. ഈ കോമ ഇട്ടിരിക്കുന്ന ഓരോന്നും ഓരോ ടേംസ് ആണ്. ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണിലെ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ ടേം അതാണ് -x(y²) അല്ലേ? അതായത് ഒരു എക്സും ഉണ്ട്, രണ്ട് വൈയും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഓരോ ടേംസ് നോക്കി ഇതിനകത്ത് ആരെങ്കിലും ഒരു എക്സും രണ്ട് വൈ ആയിട്ടുള്ളവരുണ്ടോ എന്ന് ഇവിടെ നോക്ക. ഇവിടെ 2x ഉണ്ട്, ഇവിടെ ഇവിടെ ഒരു എക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു എക്സ്, ഈ ടേം നോക്കിയേ, ഒരു എക്സ് രണ്ട് വൈ. അപ്പൊ അവരല്ലേ ആരാ കിട്ടിയാണെങ്കിൽ ടിക്കിടുവാണ്. അപ്പൊ ഇതും 2xy² ആണ് ഒരു പേർ. ഇനി അടുത്ത ആളെ നോക്കാം. -4yx². ഇവിടെ ആരാ പറഞ്ഞേക്കുന്നത്? നമുക്ക് ന്യൂമറിക്കൽ പാർട്ട് നോക്കണ്ട കേട്ടോ, വേരിയബിൾ മാത്രമേ ഉള്ളൂ. 1y and 2x. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത 1yയും ഈ കൂട്ടത്തില് ഇവിടെ ഇല്ല. ഇത് y മാത്രമേ ഉള്ളൂ, ഇത് x² മാത്രമേ ഉള്ളൂ, x മാത്രമേ ഉള്ളൂ. ഒരു 1y ആണ്, പക്ഷെ ഒരു x ഉള്ളൂ. നമുക്ക് 2x ആ വേണ്ടത്. ഇത് നോക്കിയേ, ഹിയർ 2x², 2x ഉണ്ട് ആൻഡ് 1y. അപ്പൊ ഇവർ രണ്ടുപേരായിരിക്കും പെയർ. 20x²y ലൈക്ക് ടേംസ്. ഓക്കെ, അതിൻ്റെ കിട്ടും. ഞാൻ മൂന്നാമത്തെ ആളെടുക്കാൻ പോണേ. 8x². നിങ്ങളിത് തെറ്റാതെ തപ്പി എടുക്കണം കേട്ടോ. നമുക്ക് ന്യൂമറിക്കൽ പാർട്ട് വേണ്ട. x² മാത്രം ഉള്ളവരുണ്ടോ ഇവിടെ? അതേ കിടക്കുന്ന x² മാത്രം. ഇതല്ലേ നമ്മുടെ കിട്ടിയല്ലോ. -11x². കിട്ടിയവരെ ടിക്കറ്റ് വന്നിട്ടായിരിക്കാൻ ഇവരിലായി. ഇനി അടുത്ത 7y. 7y മാത്രമുള്ളവരെ നോക്കാം. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ വൈയും എക്സും ഉണ്ട്, അത് പറ്റില്ല. ഇത് നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ x² മാത്രം ദേ കിടക്കുന്ന ഒരു വൈ മാത്രമായിട്ട് കണ്ടോ. അപ്പൊ അവരെടുത്തു വൈ. അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി ഏതാണുള്ളത്? -100x. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്നും തപ്പാതെ ഇതുപോലെ നമ്മൾ ആദ്യം തൊട്ടിങ്ങനെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ -100x എടുത്തേ. ഇവിടെ എക്സ് മാത്രമുള്ളവരുണ്ടോ? ഇതില്ല. ഇത് yx ഉണ്ട്, ഇത് x² ആണ്, ഇത് എക്സ് ഇതേ കിടക്കുന്ന എക്സ് മാത്രം 3x കണ്ടോ. അപ്പൊ അവരെ കിട്ടി. ഇനി ആരാ ഉള്ളത്? ഇത് നോക്കി, -11yx. അതായത് ഒരു എക്സും ഒരു വൈയും, ഒരു എക്സും ഒരു വൈയും. ഇവിടെ x² മാത്രമേ ഉണ്ട്, ഒരു എക്സും ഒരു വൈ. കിട്ടിയല്ലോ, 2xy. ഇവരെ ടിക്ക് ചെയ്തു. ഇനി ആരാ ഉള്ളത്? x² മാത്രം കിടക്കുന്നു. x² മാത്രം. പക്ഷെ നമ്മൾ x² മാത്രമുള്ള എഴുതിയായിരുന്നു. നോക്കുക, 8x². അവരുടെ കൂട്ടത്തിൽ വരുന്ന ഇയാളും കൂടെ ആര്? -6x². കേട്ടോ. നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇപ്പൊ എല്ലാം നമുക്ക് ചെയ്ത് ടിക്കറ്റ് പോകണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് വന്ന് കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എടുത്തെഴുതുക. നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രശ്നം. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കാം. ആദ്യത്തേത് 10pq. 10pq. അത് ന്യൂമറിക്കൽ പാർട്ട് വേണ്ട. ഒരു പി ഒരു ക്യൂ. നമുക്ക് നോക്കാം. ഒരു പിയും ഒരു ക്യൂ ഉള്ളത്. ഇവിടെ നോക്കിയേ, 7p. p മാത്രമേ ഉള്ളൂ. 8q. q മാത്രമേ ഉള്ളൂ. ഇത് p². 2 പിയും 2. അതേണ്ട, ഒരു ക്യൂ ഒരു പി. കിട്ടിയല്ലോ. അപ്പൊ ആരാണ്? -7pq. ഇനി അടുത്ത ആളെ എടുക്കാം നമുക്ക്. ഇവിടെ 7p. p മാത്രമായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ? ഇത് q മാത്രം. ഇത് 23, 12q², p², 5p² ആണ്. p മാത്രമേ കിടക്കാവുള്ളേ. ഇവിടെ നോക്കിയേ, 2405p. വലിയൊരു സംഖ്യ പോലെ കിടക്കുക. അപ്പൊ നമ്മൾ അത് എഴുതി 2405p. ഓക്കെ, ഇനി അടുത്ത കിടക്കുന്ന ടേം ആണ് q. 8q. q മാത്രമുള്ളവരുണ്ടോ ഇവിടെ? അതേ കിടക്കുന്നു. -100q. q മാത്രമേ ഉള്ളൂ. അവരെ എഴുതാം. അപ്പം 8q-ഉം -100q. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇനി എന്താ ഏതാ നോക്കേണ്ടത് കിട്ടുന്നുണ്ടേ. അടുത്ത് നോക്കിയേ, p², q². 2p 2q. ഇവിടെ ഇത് കഴിഞ്ഞു. ഇത് അതേ കിടക്കുന്നു. 2p², ഒരു p² ഒരു q². അപ്പൊ ആരൊക്കെ തമ്മിലാണ്? ഇവര് തമ്മിൽ അല്ലേ. -p², q². അവരോട് ആരാ വരുന്നത്? ഇവര് 12
ക്യൂ സ്ക്വയർ പി സ്ക്വയർ. ഇവിടെ നോക്കിയേ, നമ്മൾ ന്യൂമറിക്കൽ പാർട്ട് നോക്കുന്നില്ല, അതിനല്ല പി സ്ക്വയർ ആദ്യം കടന്നു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പി സ്ക്വയർ ക്യൂ സ്ക്വയർ, ക്യൂ സ്ക്വയർ പി സ്ക്വയർ അങ്ങനെ കിടന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു ലൈഫ് ടേംസ് ആ കേട്ടോ, എനിക്ക് പ്ലസ് മൈനസ് ഒന്നും വരല്ല. ഇതുപോലെ കിടക്കുവാണെങ്കിൽ ഓക്കെ. ഇനി ഏതാ ഉള്ളത്? 23 -23. ഇനി സംഖ്യയായിട്ട് മാത്രം ആരെങ്കിലും കിടപ്പുണ്ടോ? ഇതേ കിടക്കുന്നു 41 കേട്ടോ. തപ്പണേ, ഇത് ഇച്ചിരി തപ്പി എടുക്കണം. അടുത്ത് നോക്കിയേ, പി സ്ക്വയർ മാത്രമായിട്ട് 5p സ്ക്വയർ. പി സ്ക്വയർ മാത്രമായിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ? ഇവിടെ ക്യൂ പി സ്ക്വയർ, ക്യൂ പി സ്ക്വയർ, അതേ കിടക്കുന്നു പി സ്ക്വയർ മാത്രമായിട്ട് 701 പി സ്ക്വയർ. ഓക്കെ, പി സ്ക്വയർ അത് നമ്മൾ എഴുതി. ഇനി ആരാ ഉള്ളത്? ഇവിടെ 78 ക്യൂ പി. ക്യൂ പി ആയിട്ട് ആരെങ്കിലും കിടപ്പുണ്ടോ? ക്യൂ പി ഇവിടെ ഇല്ല. ഇവിടെ നോക്കിയേ, നമ്മൾ ക്യൂ പി എഴുതിയായിരുന്നു ഇവിടെ. ഇതേ കണ്ടോ, 7 ക്യൂ പി എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ? അതെ, പി ക്യൂ ഉണ്ട്. അത് തന്നെയാണല്ലോ ക്യൂ പി അല്ലേ? അപ്പൊ 78 അത് ഇത് എവിടെ വരും? ഇവിടെ വരും, പി ക്യൂവിന്റെ കൂടെ വരും. 78 ക്യൂ പി. ഓക്കെ, അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി അടുത്ത് കിടക്കുന്ന ആരാണ്? ഇവിടെ 13 പി സ്ക്വയർ ക്യൂ. ഇത് ഓക്കെ, ക്യൂ പി സ്ക്വയർ അത് സെയിം അല്ലേ? ക്യൂ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ക്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ ഇതുകൊണ്ട് ഇതുപോലെ ചിലടത്ത് 3 ടേം വരും കേട്ടോ. നമ്മളിവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കണം. അതായത് ചിലടത്ത് 3 ടേം വരുന്നുണ്ട്. ഇവിടെ പി ക്യൂ തന്നെ 3 ടേം. നമ്മൾ അതിങ്ങനെ ടിക്കറ്റ് എഴുതി വരുമ്പോൾ നമുക്കത് കിട്ടും. എവിടെയെങ്കിലും ബാലൻസ് ആകാനുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, നിങ്ങളത് ശരിക്കും നോക്കണം. അത്രയേ ഉള്ളൂ. ഒരേപോലുള്ള ടേം ക്യൂ പി എന്ന് കിടന്നാലും പി ക്യൂ എന്ന് കിടന്നാലും ഒന്നും പ്രശ്നമല്ല. ന്യൂമറിക്കൽ പാർട്ടും പ്രശ്നമല്ല. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ എക്സസൈസ് 10.1 കഴിഞ്ഞു. ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാം എളുപ്പമുള്ളതാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അത് നമ്മൾ ശരിക്കും പഠിക്കത്തുള്ളൂ. നമുക്കിനി അടുത്ത ഭാഗം കുറച്ച് ലെസൺ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എക്സസൈസുകൾ ചെയ്യാം. ചെറിയ ചാപ്റ്റർ പെട്ടെന്ന് തീരും. ഓക്കെ, താങ്ക് യു.